ഇന്ന് സ്കൂളിലേക്ക് പരിപ്പും കുമ്പളങ്ങയും കൂടി കറി വെക്കാനുണ്ട്. സ്കൂളിൽ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ കുട്ടികളെ മദ്രസയിലൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താ കുമ്പളും പരിപ്പും കൂടി, പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം വാടിയൊക്കെ വരുന്നുണ്ട്. നമ്മളെ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എന്നും ഇറച്ചിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതങ്ങനെ വെക്കാറില്ലെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെറുതായിട്ട് വാടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്നാൽ അത് പരിപ്പും കുമ്പളവും ആക്കിയിട്ട് തേങ്ങരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലേ അവർ കഴിക്കുള്ളൂ. കാരണം സ്കൂളിലൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ എന്താണെങ്കിലും ഒരു കഴിച്ചോളൂ. പുരയിലൊക്കെ ആണെങ്കിൽ അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കച്ചറയാണ്. അപ്പം ഞാനിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ഒരു മദ്രസ പോയിട്ടുണ്ട്. ഇത് നമുക്ക് വന്നു കൂടിയൊരു പൂച്ചയാണ് കേട്ടോ. ഇത് പ്രസവിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ, പോകാറേയില്ല. അപ്പോൾ അത് ഇങ്ങനെ ഇവരൊക്കെ പിടിച്ചു വെക്കുന്നുണ്ട്. അവിടെ തന്നെ പ്രസവം ഇവിടെ തന്നെ നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേനെ. ഞാൻ ഇവിടെ ഏത് പൂച്ച വന്നാലും ഓടിച്ചു വിടലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിങ്ങനെ പിടിച്ച് കളിക്കും. പിന്നെ കൈയൊന്നും കഴുകാണ്ടാണ് കേട്ടോ എന്തെങ്കിലും തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യാം. ആ പൂച്ചകൾക്ക് തന്നെ പിന്നെ ഒരു വെറുപ്പ് പിടിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എടുത്തും കൊണ്ട് നടക്കും കേട്ടോ. പൂച്ചക്ക് തന്നെ ഒരു സൗകര്യം കൊടുക്കില്ല. അങ്ങനെ ആകുമ്പോൾ പൂച്ചക്കാണെങ്കിലും ഒരു വെറുപ്പാണല്ലോ. എന്നാലും ഇതിനെ നമുക്ക് ഇവിടെ പ്രസവമൊക്കെ നമുക്ക് ഇവിടെ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കോഴിക്കോട് തന്നെ ഒരു കോഴിക്കോടിൻ്റെ ഒരു അറയിൽ ഒഴിവുണ്ട്. അപ്പോൾ അവിടെ കുറേ പുതപ്പും ചാക്കും അതും ഇതൊക്കെ വെച്ചിട്ട് അവർ അതിനൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഇടും. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കരയുമ്പോൾ തുറന്നു വിടും. അങ്ങനെയൊക്കെയാണ്. അതിനൊന്ന് എന്താ പറയുക, ഒരു പരിചയമാകാൻ വേണ്ടിയിട്ട് കേട്ടോ. മക്കൾക്ക് പിന്നെ ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പഠിത്തമൊക്കെ ഏകദേശം തുടങ്ങി കേട്ടോ. പിന്നെ നോട്ട് ബുക്കും കൂടി ഇനി അജുന് നോട്ട് ബുക്കും കൂടി കിട്ടാനുണ്ട്. ബാക്കിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മറ്റവർക്ക് പിന്നെ ബുക്കൊക്കെ കിട്ടി. പിന്നെ സ്കൂളിൽ നിന്ന് പിന്നെ ബാഗും അതേമാതിരി മഴക്കോട്ടും അതേമാതിരി സ്വെറ്റർ, ഷൂവ്, ഷോർട്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആൾ കുറച്ച് നേരം അവിടെ വന്നിങ്ങനെ കിടക്കും. പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് പോവും. പിന്നെ വന്ന് കിടക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാ നല്ല വൃത്തിയാക്കുകയാണ് കേട്ടോ. പ്രസവമൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ശരീരമൊക്കെ നല്ലോണം നോക്കി നല്ല വൃത്തിയാക്കി വെക്കുകയാണ്. പൂച്ചകൾ നമ്മളെ വീട്ടിൽ വന്ന് എന്തെങ്കിലും നല്ലതിനാണെന്ന് പറയുന്നത് കേട്ടോ. വന്ന് കൂടി പ്രസവിക്കുകയാണെങ്കിലൊക്കെ നല്ലതാണത്ര. അതേമാതിരി വന്ന് കയറുന്ന പൂച്ചകളെ ആട്ടി പറഞ്ഞേക്കരുതെന്നൊക്കെ അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. നമ്മുടെ മതത്തിൽ തന്നെ പറയുന്നുണ്ട് പൂച്ചകൾ നല്ല ബർക്കത്തുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതിനെ വളർത്തിയാലും നല്ലതാണെന്നൊക്കെ. പൂച്ച നമുക്ക് എന്താ പറയുക, അതൊരു നല്ലൊരു ജീവിയാണെന്നാണ് കേട്ടോ പറയുന്നത്. കാരണം അത് കുടിച്ച വെള്ളം കൊണ്ട് നമുക്ക് ഒതുണ്ടാക്കുകയൊക്കെ ചെയ്യാം. അത്രയും നജസ്സല്ല, അതിൻ്റെ ഉമിനീരൊന്നും നജസ്സല്ല എന്നുള്ളൊരു ഇതാണ്. പക്ഷേ അതിൻ്റെ രോമം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുക നമുക്ക് നിസ്കാരം ശരിയാവില്ല, അങ്ങനത്തെ ഒരു അതും ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പൂച്ചകളെ നമ്മൾ ഓടിപ്പിക്കരുതെന്ന്, അതേപോലെ ആട്ടി വിടരുത് എന്നൊക്കെ പറയും കേട്ടോ. കാരണം നമുക്ക് ഒരു ബർക്കത്താണ് എന്നൊക്കെ പറയാം. പിന്നെ പൂച്ചകളുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ. പിന്നെ ഇച്ചിരി പൈസ കൊടുത്തിട്ടൊക്കെ നമ്മൾ വാങ്ങി വളർത്തുന്ന പൂച്ചകളൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഇവിടെ 2 എണ്ണത്തിന് അതേപോലെ കൊടുത്തിരുന്നു കേട്ടോ. അത് എന്തോ പുറത്ത് അങ്ങനെ ഇറങ്ങിയാലായിട്ടുള്ള അങ്ങനെ എന്താ പറയുക, ഒരു ബ്രോയിലർ കോഴിൻ്റെയൊക്കെ മാതിരിയാണ് കേട്ടോ. അതിൻ്റെ ഓടും വേറൊരു മൃഗത്തിനെ ആക്രമിക്കുകയോ നമ്മളെ മാന്തുക അങ്ങനത്തെ ഒന്നും ഇതുണ്ടാവില്ല കേട്ടോ.